ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രശസ്തിക്ക് വേണ്ടി, പ്രതിഫലത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്യുന്ന അനേകം പേരെ നമുക്ക് ചുറ്റും സോഷ്യൽ മീഡിയയിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്തുകൊണ്ട് അവർ പ്രകാരം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ബാഹ്യമായ പ്രകടനങ്ങളെക്കാൾ നിശബ്ദമായ സമർപ്പണമാണ് യഥാർത്ഥ നന്മയുടെ അന്തസത്ത എന്നൊരു ബോധ്യം അവർക്ക് ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ്. യേശുവിൽ പ്രിയ സഹോദരരെ, ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥൻ ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുമ്പോൾ, നീ ഇതാരോടും പറയരുതെന്നും നീ പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുക എന്നും പറയുന്നതിലൂടെ യഥാർത്ഥമായ നന്മകൾ ചെയ്യുന്നതിന് പ്രേക്ഷകരുടെ ആവശ്യമില്ല എന്ന് യേശുനാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ യേശുനാഥൻ പറയുന്നത്, നിന്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ, രഹസ്യങ്ങൾ കാണുന്ന പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം നൽകും. നാം ഒരു വ്യക്തിക്ക് നന്മകൾ ചെയ്യുമ്പോൾ നമുക്ക് നന്മകൾ നൽകുന്ന ദൈവമാണ് എന്ന ബോധ്യത്തോടുകൂടി നമ്മുടെ പ്രശസ്തിക്കും പ്രതിഫലത്തിനും വേണ്ടി നന്മകൾ ചെയ്യാതെ ദൈവമഹത്വത്തിന് വേണ്ടിയായിരിക്കണം നാം നന്മകൾ ചെയ്യുന്നത് എന്ന സത്യം നാം ഒരിക്കലും മറന്നു പോകരുത്. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 38-ാം വാക്യത്തിൽ യേശുനാഥൻ പറയുന്നു, കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അമർത്തിക്കുലുക്കി അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ വിധവയുടെ കൊച്ചുകാശിന് യേശുനാഥൻ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അവൾ ദൈവമഹത്വത്തിനായി ആ പ്രവൃത്തി ചെയ്തത് കൊണ്ടാണ്. വീണ്ടും മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 9-ാം വാക്യത്തിൽ പാപിനിയായ സ്ത്രീയെക്കുറിച്ച്, എവിടെയെല്ലാം സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം ഇവൾ ചെയ്ത കാര്യവും സ്മരിക്കപ്പെടുമെന്ന് യേശുനാഥൻ പറയുന്നതും അവൾ ചെയ്ത കാര്യം ദൈവമഹത്വത്തിനായി ചെയ്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് 1 കൊരിന്തോസ് 10:31 പൗലോസ് ശ്ലീഹ പറയുന്നത്, നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ എന്തു തന്നെ ചെയ്താലും അതെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുവിൻ. ആയതിനാൽ പ്രിയ സഹോദരരെ, ഈ ഒരു ബോധ്യത്തോടുകൂടി നാം എന്ത് നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവരാണെങ്കിലും അത് ചെറുതായാലും വലുതായാലും നമ്മുടെ മഹത്വത്തിന് വേണ്ടി ചെയ്യാതെ ദൈവമഹത്വത്തിനായി ചെയ്യുവാൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. 2 കൊരിന്തോസ് 9:7 പൗലോസ് ശ്ലീഹ പറയുന്നു, സ്നേഹമോട് നൽകുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. ഈ ഒരു ബോധ്യത്തോടുകൂടി നമ്മുടെ പ്രവൃത്തികളെല്ലാം ദൈവമഹത്വത്തിനായി ക്രമീകരിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. വചനം വായിക്കുവാനും വിശുദ്ധിയിൽ ജീവിക്കാനും ആത്മാർത്ഥമായി പരിശ്രമിക്കുക. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ ആശീർവാദത്തിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. കർത്താവ് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയായിരിക്കുകയും പ്രസാദിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണാപൂർവ്വം കടാക്ഷിച്ച് നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.